ഗോൾഡൻ യങ്സ് ഫുട്ബോൾ ടൂർണമെന്റ് 2025 അടിവാട് തുടക്കമായി. ജനുവരി 19 രാത്രി 8 മണിക്കാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോതമംഗലം അടിവാട് ഗോൾഡൻ യങ്സ് ക്ലബ്ബ് നടത്തിവരുന്ന VM മുഹമ്മദ് ഷാഫി വാച്ചാക്കൽ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 27ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് അടിവാട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ജനുവരി 5 മുതൽ ജനുവരി 19 വരെ രാത്രി 8 മണിക്കാണ് മത്സരങ്ങൾ. കേരളത്തിലെ 16 പ്രമുഖ ടീമുകളും വിദേശ താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ഗോൾഡൻ യങ്സ് ക്ലബ്ബ് കഴിഞ്ഞ 26 വർഷക്കാലമായി ടൂർണമെന്റ് നടത്തിവരുന്നു. നിർധനരും നിരാലംബരുമായ രോഗികൾക്ക് ചികിത്സാ സഹായം, പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ സഹായങ്ങൾ തുടങ്ങിയ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ക്ലബ്ബാണ് ഗോൾഡൻ യങ്സ്. ഗോൾഡൻ യങ്സ് നഗറിൽ ഗോൾഡൻ യങ്സ് പ്രസിഡന്റ് നിഷാദ് KM, നിയാസ് ചെമ്മായത്ത്, മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗോൾഡൻ യങ്സ് ക്ലബ്ബ് ചാരിറ്റി കോർഡിനേറ്റർ KM അലിക്കുഞ്ഞ് ടൂർണമെന്റിന് പതാക ഉയർത്തി. തുടർന്ന് രാത്രി 8 മണിക്ക് അടിവാട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, ബഷീർ വാച്ചാക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ സിനിമാ താരവും മോഡലുമായ ഷിയാസ് കരീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സോക്കർ സെവൻസ് ആലുവയും പെരിയാർ റൈസ് കാലടിയും തമ്മിൽ ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ പെരിയാർ റൈസ് ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.